കിടിലം പടം. ആരെയും വാക്ക് കേട്ട് ഈ സിനിമ നിങ്ങൾ കാണാതിരുന്നാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഞാൻ ഒന്നും കൂടി എടുത്തു പറയേണ്ടത് ഒരു അടിപൊളി സിനിമയാണ്. എടുത്തു പറയേണ്ടത് സിനിമയുടെ ടെക്നിക്കൽ ക്വാളിറ്റിയാണ്. മേക്കിംഗ് ഒരു രക്ഷയില്ല. ചിദംബരം ഗംഭീരമായിട്ടാണ് സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സുഷിൻ ശ്യാം പൊളിച്ചിട്ടുണ്ട്. ഇതിലൊരു ഒരു ഒരു കുട്ടി പാടുന്ന പാട്ടുണ്ട്. ആ പാട്ട് ഒരു രക്ഷയില്ല. കിടിലം പാട്ടാണത്. ഞാൻ ഇപ്പോഴും പറയാണ്. കുറേ പേര് എന്നിട്ട് പറയും ഈ സിനിമ കാണരുത്, പൈസ നഷ്ടമാണ്, സീരിയൽ നല്ല വരവെന്നൊക്കെ പറയും കുറേ പേര്. പക്ഷേ അതൊന്നുമല്ല. ഈ പടം നിങ്ങൾ കാണണം. ഇതൊരു രക്ഷയില്ലാത്ത ഗംഭീര പടമാണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന ഒരു ടൈപ്പുള്ള ഒരു മൂവിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ട് ഇതൊരു അവാർഡിന് കഴിച്ച അങ്ങനത്തെ ഒരു മൂവിയാണ്. അപ്പോൾ അത് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സിനിമ ഇഷ്ടപ്പെടും. ട്രെയിലർ കണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. അതാണ് സിനിമ. അതായത് ഒരു അമ്മയും മോനും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങാണ് ഈ സിനിമ ഫുള്ള് കാണിച്ചു പോകുന്നത്. അതായത് അവരുടെ ജേണിയാണ്. അവർ പല പല സ്ഥലങ്ങളിൽ പോയി സഞ്ചരിച്ച് അവരുടെ നമ്മളും കൂടെ അവരെ കൂടെ നമ്മളും കൂടെ സഞ്ചരിച്ച് പോകുന്ന ടൈപ്പ് ഒരു മൂവിയാണിത്. ഈ സിനിമയിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഒന്നാമത് എടുത്ത് പറയേണ്ടത് സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയാണ്. ടോപ്പാണ്. പല ഷോട്ടുകളും ഒരു രക്ഷയില്ലാതെ എടുത്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗംഭീരമാണ്. ആർട്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ സ്പോയിലർ ആവും എന്നാൽ ഞാൻ പറയുകയാണ്. ഒരു ചെറിയൊരു സ്പോയിലറാണ്. അതായത് ഇവർ മുമ്പ് താമസിച്ചൊരു വീടും ഇവർ പോയതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അവിടെ ആർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗംഭീരമായിട്ട്. അതായത് ഒരു അടച്ചുമൂടിയ വീട് എങ്ങനെ കിടക്കും ആ ഒരു രീതിക്കുള്ള എല്ലാ വർക്കും ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ പയ്യൻ, ഇതിലെ ചെറുപ്പം അഭിനയിച്ച രണ്ടുപേരും അടിപൊളിയാണ്. പ്രത്യേകിച്ച് ആ കുട്ടിപ്പയ്യൻ ഒരു രക്ഷയില്ല. അവൻ്റെ ചില സമയത്തെ എക്സ്പ്രഷൻസും അവൻ്റെ കണ്ണ് പോകുന്ന രീതികളും എല്ലാം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. പിന്നെ അവൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരെ പേര് ഞാൻ ഓർക്കുന്നില്ല. പുള്ളിക്കാരി ഗംഭീരമായിരുന്നു. എന്തുകൊണ്ട് പുള്ളിക്കാരി ഈ സിനിമയിൽ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് ഈ സിനിമയിൽ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പല ടൈപ്പ് ഇമോഷൻസ് ഈ സ്ത്രീക്ക് ക്യാരി ചെയ്യേണ്ടി വരും. അതൊക്കെ അവർ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കുട്ടിയുടെ കുറച്ചും കൂടെ വലിയ പ്രായമായപ്പം അഭിനയിച്ചൊരു പയ്യനുണ്ട്. ആ പയ്യൻ സൂപ്പറായിരുന്നു. ആ പയ്യൻ പക്ഷേ കുറച്ചേ ഉള്ളൂ. കൂടുതലും ഈ ഈ കുട്ടിയും അമ്മയാണ് കൂടുതൽ ഭാഗം കാണിച്ചു പോകുന്നത്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത പടം. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും ടോപ്പ് തന്നെ ക്ലൈമാക്സാണ്. ക്ലൈമാക്സ് പലരും ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ പോകും ക്ലൈമാക്സ്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ക്ലൈമാക്സ് വേറൊരു തലത്തിലേക്കാണ് പോയത്. ഈ സിനിമയിൽ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ക്ലൈമാക്സാണ്. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ഞാൻ ഒന്നും കൂടെ ഒരു കാര്യം പറയാം. പലരും പറയുന്ന വാക്ക് കേട്ട് ഈ സിനിമ നിങ്ങൾക്ക് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക. ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. ഇത് 100 കോടി ക്ലബ്ബിൽ കയറും, 200 കോടി ക്ലബ്ബിൽ കയറുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു നല്ല സിനിമയാണ്. അതായത് ഇത് അർഹിച്ച വിജയം വേണം. എനിക്കതുള്ളൂ. ചിലപ്പോൾ ഇത് OTT വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ സിനിമയുടെ ഒരു OTT കാണുമ്പോൾ ചിലപ്പോൾ നഷ്ടം തോന്നും തിയേറ്ററിൽ കാണുന്നത്. കാരണം ഇത് തിയേറ്ററിൽ കാണാനുണ്ട്. കാരണം മേക്കിംഗ് അത്ര ഗംഭീരമാണ്. പിന്നെ ഞാൻ കാണാൻ പോയ സമയത്ത് ഏകദേശം 11 മണിക്കായിരുന്നു ഷോ. പിന്നെ 15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഷോ തുടങ്ങിയത്. പക്ഷേ എനിക്ക് തുടക്കം തൊട്ട് ഈ സിനിമയിൽ ഞാൻ ഇൻ്റർവെൽ ആയിട്ടുള്ള ലയിച്ച് പോയില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ആ ലയിച്ചിരുന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിൽ ഒരു ചെറിയ അറ്റം എത്തുമ്പം ഒരു ചെറിയൊരു ലാഗുണ്ട്. അത് വെച്ച് നോക്കിയാൽ പടം സൂപ്പറാണ്. അതായത് സെക്കൻഡ് ഹാഫിൽ ഒരു ചെറിയ പോയിന്റ് എത്തുമ്പോൾ ചെറിയൊരു, അതായത് ഒരു ലാഗ് കൊടുത്തു. പക്ഷേ ഈ സിനിമ അങ്ങനത്തെ ഒരു ഫേസ് സിനിമയാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം നമ്മുടെ ഓഡിയൻസ് പറഞ്ഞാൽ കുറച്ചും കൂടെ മെച്യൂർഡായിട്ട് ചിന്തിക്കണം. അല്ലാതെ എല്ലാ സിനിമയും കൊമേഴ്ഷ്യൽ വാല്യൂ നോക്കി മാസ്, ഇടി, ഫൈറ്റ് അങ്ങനെ പോയിട്ട് കാര്യമില്ല. പല ടൈപ്പ് ജോണേഴ്സ് സിനിമകൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നാൽ മാത്രമേ നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ബാലൻ. ചിദംബരത്തിൽ നിന്ന് നിങ്ങൾ അത് മഞ്ഞുമൽ ബോയ്സ് പ്രതീക്ഷിച്ച് പോയാൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും. ഇപ്പോഴത്തെ ആവേശം പ്രതീക്ഷിച്ച് പോയാൽ നിരാശയായിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് കഥയല്ല അങ്ങനത്തെ ടൈപ്പ് മേക്കിംഗ് ഒന്നുമില്ല. ഇതൊരു അമ്മയും മോനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ അവരെ ബോണ്ടിങ് കാണിച്ച ഒരു സിനിമയാണ്. അതായത് ഒരു ഇമോഷണൽ റൈഡാണ് ഈ സിനിമ. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ എനിക്ക് പേഴ്സണലി നല്ല രീതിക്ക് ഫീലായി. അതായത് എനിക്കൊരു ഒരു അമ്മയുടെ മകൻ്റെ ആ ഒരു ബോണ്ടിങ് സ്നേഹം കാണുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറയുന്ന ടൈപ്പ് എനിക്ക് വന്നായിരുന്നു. കാരണം ഈ സിനിമയുടെ സംവിധാനം ചിദംബരം എന്ന രീതി കാണിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഈ സിനിമ. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ആരുടെയും വാക്കെടുത്ത് നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത്. നിങ്ങൾക്ക് മനസ്സിൽ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും പോയി സിനിമ കാണുക. ഞാൻ ഒരു റിവ്യൂ നോക്കി ഒരു സിനിമ കാണാൻ പോകില്ല. എനിക്ക് അതിനൊരു സിനിമ കാണണോ എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പോയി കാണും. പിന്നെ ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഇങ്ങനൊരു റിവ്യൂ ഇട്ടത് തന്നെ ഈ സിനിമ കുറച്ച് പേരെങ്കിലും പോയി കാണാനാണ്. ഇപ്പോൾ ഈ മോളിവുഡ് ടൈംസ് എന്നുള്ള സിനിമ ഇറങ്ങി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷേ ആ സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് വേണ്ടത്ര കളക്ഷൻ കിട്ടിയില്ല. ചിലപ്പോൾ ആ സിനിമ OTT വരുമ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതും ഒരു സിനിമയ്ക്കുള്ളിലെ കഥയൊക്കെ പറഞ്ഞ നല്ലൊരു സിനിമയാണ്. ഞാൻ പറഞ്ഞില്ല, അതിലും സെക്കൻഡ് ഹാഫിൽ ചെറിയ എൻഡിങ് എത്തുമ്പോഴത്തേക്ക് ലാഗ് പോലുണ്ട്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ആ സിനിമ നല്ല സിനിമയാണ്. ഇത് അതിനേക്കാളും മികച്ച സിനിമയാണ് ബാലൻ. ബാലൻ ഒരു രക്ഷയില്ലാത്ത പടമാണ്. സീരിയസ് ആയിട്ട് പറയുന്നത് ഒരു കിടിലൻ പടമാണ്. ഇത് കാണാത്തവർ നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും. പലരും പറയുന്നുണ്ട് ഈ ദൃഢം എന്നുള്ള സിനിമ ഇപ്പോൾ OTT റിലീസായിട്ട് പലരും പറയുന്നുണ്ട്, അയ്യോ ഞാൻ മിസ് ചെയ്തു, തിയേറ്ററിൽ കണ്ട പടമായിരുന്നു, ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആരുടെ വാക്ക് കേട്ട് ഒരു സിനിമയും കാണാതിരിക്കരുത്. നിങ്ങൾക്ക് സിനിമ കാണണമെന്ന് തോന്നിയാൽ ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക ആ സിനിമ. അതിപ്പോൾ ഒരു റിവ്യൂ നോക്കരുത്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് ഏതെങ്കിലും ഒരു സിനിമ കാണണമെന്ന് തോന്നിയാൽ ഞാൻ തീർച്ചയായും സിനിമ തിയേറ്ററിൽ പോയി കാണും. ഞാൻ ഒരു റിവ്യൂ നോക്കാറില്ല. കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിലൊരു ഒപ്പീനിയൻ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോ കൂടെ പറയുകയാണ്. ഇപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തു. അതുപോലെ മറ്റൊരാൾ പറയുന്നത് അയാളുടെ ഒപ്പീനിയനാണ്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ഇൻഫ്ലുവൻസ് ആവില്ല അയാളുടെ തോട്ടിൽ. അത് വേറെ ആയിരിക്കും. അപ്പോൾ അത് നോക്കാതെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക.
അത് മാത്രം മനസ്സിൽ വെച്ചിരിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ സിനിമ കണ്ടിട്ട് ആ റിവ്യൂ കണ്ടു. അപ്പോൾ നിങ്ങളെ തൊട്ടും അയാളെ തൊട്ടും ഏകദേശം സെയിം ആണോ എന്ന് നോക്കിയാൽ മതി. അല്ലാതെ ഒരിക്കലും ഒരാളെ റിവ്യൂവും കണ്ട് സിനിമ കാണാൻ പോകാതിരിക്കും. ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. ഞാൻ ഒന്നും കൂടെ പറയുന്നത്, പ്ലീസ് 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 ഇത് തിയേറ്ററിൽ പോയി കാണണം. ഇതൊരു ഗംഭീര പടമാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്, സൂപ്പർ സിനിമയാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, എത്ര പേർക്ക് ഇത് വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ മനസ്സിൽ ഇത് മാത്രം ആലോചിച്ച് പോയാൽ മതി. നിങ്ങൾ കാണാൻ പോകുന്നത് അത്യാവശ്യം ലാഗൊക്കെ ഉള്ള ഒരു അമ്മയും മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവരുടെ ബോണ്ടിങ്ങൊക്കെ ഉള്ള ചെറിയ ചെറിയ തമാശകളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അതായത് മാസം ഈ മഞ്ഞുമൽ ബോയ്സ് എടുത്ത് കളഞ്ഞ് ആവേശം എടുത്ത് കളഞ്ഞ് രണ്ട് നിങ്ങൾ തലേന്ന് കളഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമ നിങ്ങൾക്ക് വർക്കാവും. ആ രണ്ട് ടൈപ്പ് സിനിമയേ അല്ല, ഇതൊരു ഡ്രാമ പോലെ പോകുന്ന കംപ്ലീറ്റ്ലി സ്ലോ സ്പേസിൽ പോകുന്നൊരു പടമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. പുതിയൊരു വീഡിയോ തുടർന്നാൽ എല്ലാവർക്കും ബൈ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.